സോ കീം 2025 ലാസ്റ്റ് 5 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് 4 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കീം എക്സാമിനുള്ളൂ. ഈ വീഡിയോ കാണുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഓൾറെഡി 2 മോക്ക് ടെസ്റ്റ് പോലെ ഞങ്ങൾക്ക് വിത്ത് സൊല്യൂഷൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ ന്യൂ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് 150 ചോദ്യങ്ങളും 150 ചോദ്യങ്ങളുടെ സൊല്യൂഷനുമായിട്ടൊരു മോക്ക് ടെസ്റ്റ് പോലെ തൊട്ട് മുന്നേ 2 വീഡിയോ ഉണ്ട്. അത് രണ്ടും നിങ്ങൾ സോൾവ് ചെയ്തോ. എക്സാമിന് നിങ്ങൾക്ക് നല്ല യൂസ് ആയിരിക്കും. ടൈം മാനേജ്മെൻറ്റ്, നിങ്ങളുടെ കോൺഫിഡൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടോളൂ. സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരാം. സ്റ്റഡി പ്ലാൻ പറയുന്നതിന് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ എത്ര വരെ പഠിച്ചു എന്ന് ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. അത് നിങ്ങളെങ്ങനെ ചോദിക്കുക? നിങ്ങളൊരു എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് നല്ല അടിപൊളി റിവിഷൻ ആദ്യം ചെയ്തു കൊടുക്കുക. റിവിഷൻ ചെയ്യാൻ ഇനി വെയിറ്റ് ചെയ്യണം. നല്ല അടിപൊളി റിവിഷൻ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഫോർമുല ബുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ ഫോർമുലാസും കൂടെ റിവിഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞ റിവിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫോർമുല വിടും, തിയറി വിടും. പക്ഷേ ഫോർമുലാസിന് നിങ്ങളൊരു സെപ്പറേറ്റ് പ്രയോറിറ്റി കൊടുത്ത് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യാം. അപ്പം ഫോർമുല റിവിഷൻ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ തിയറി ഭാഗങ്ങൾ റിവിഷൻ, നല്ല അടിപൊളി റിവിഷൻ അങ്ങോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി മോക്ക് ടെസ്റ്റ് എഴുതണം. ഇനിയുള്ള ദിവസങ്ങളിൽ മോക്ക് ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ എക്സാമിന് പോയിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. മോക്ക് ടെസ്റ്റിൽ മാർക്ക് എന്തായാലും നിങ്ങളുടേത് കുറയും. മോക്ക് ടെസ്റ്റിലെ മാർക്ക് കാര്യമാക്കേണ്ട. അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, മോഡൽ എക്സാം എഴുതുന്ന പോലെയാണ്. നമ്മൾ എക്സാം ചിലപ്പോൾ അതിനേക്കാൾ ഈസി ആവാം, ചിലപ്പോൾ മോഡറേറ്റ് ആവാം, ചിലപ്പോൾ ടഫാണ്. പക്ഷേ നമുക്ക് ആ കോൺഫിഡൻസും ആ ടൈം മാനേജ്മെൻറ്റും അവിടെ കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഡെയിലി എഴുതണം. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. റിവിഷൻ ചെയ്യുക, ആദ്യം റിവിഷൻ ചെയ്യുക, അതിനുശേഷം മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റഡി പ്ലാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയ വാട്സപ്പ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ പോവാം. അവിടെ നിങ്ങൾക്ക് കീമിൻ്റെ സ്ട്രാറ്റജി, ഏതൊക്കെ ചാപ്റ്ററിനാണ് എത്ര ക്വസ്റ്റ്യൻസ് വരും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കീമിൻ്റെ അവസാനം വരെ ഇത് കോളേജിലെത്തുന്നു, അതുവരെ നിങ്ങൾക്ക് ഈ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഈ വാട്സപ്പ് ബോട്ട് എൻറോൾ ചെയ്തൊക്കെ നല്ലതാണ്. കുറേ പേരൊക്കെ കയറി കഴിഞ്ഞാൽ ഈ ബോട്ട് ഫിനിഷ് ആവും. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കയറുക. ഇൻട്രസ്റ്റ് ഉള്ളവർ കയറുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ കീം 2025 സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിവിഷൻ ചെയ്യുക, ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക. പലരും ചോദിക്കുന്നുണ്ടോ ചേട്ടാ ഈ ഫോർമുലയൊക്കെ എവിടെ കിട്ടും? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ കംപ്ലീറ്റ് ഫോർമുല അറ്റ്ലീസ്റ്റ് ഒരു 6 to 7 വീഡിയോസ്, 7 അല്ലെങ്കിൽ 6 വീഡിയോ അറ്റ്ലീസ്റ്റ് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ മാക്സിമം ഞാൻ ചെയ്തതിനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കമ്മ്യൂണിറ്റിയിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ PDF ഷെയർ ചെയ്ത് തരും. വീഡിയോസ് നമ്മൾ നാളെ തൊട്ട് പോസ്റ്റ് ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഫുൾ ഫോർമുലാസ് മാക്സിമം, അത് ഹാൻഡ് റിട്ടേൺ ഫോർമുലാസ് ആയിരിക്കും. നല്ല ഫോർമുലാസ് എനിക്ക് കിട്ടിയിട്ട് ഹാൻഡ് റിട്ടേൺ ഫോർമുല അത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ വെറുതെ സമയം കളയരുത്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്, പഠിച്ചത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്കി സമയങ്ങളിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോൾവ് ചെയ്ത് പോവുക. ഓക്കെ, ടൈം നന്നായിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ എവിടെയാണ് തെറ്റുന്നത്, ഏത് ഭാഗമാണ് തെറ്റുന്നത്, കാൽക്കുലേറ്ററും കാര്യങ്ങളൊന്നും എക്സാമിനില്ല. അപ്പോൾ ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുക. അപ്പോൾ എത്ര ചോദ്യം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നതാണ്. അതൊക്കെ നിങ്ങളെ പഠിച്ച ഡിപ്പെൻഡ്. ഫോർ എക്സാമ്പിൾ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ആവറേജ് പഠിച്ച കുട്ടികൾ ജസ്റ്റ് ചിലർക്ക് പാസ്സാവണം, നെഗറ്റീവ് അടിക്കാതെ വരണം. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ അത് ചെയ്തുതരാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ചാനലിൽ മാക്സിമം ഇടുന്ന വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കുറയുന്നുണ്ട്. വ്യൂസ് കുറയുന്നതിന് എനിക്ക് പരാതി ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണ്, അതും എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇടയിൽ കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് തിരിച്ചൊരു മോട്ടിവേഷൻ ആവുള്ളൂ. അപ്പം കൂടെ നിൽക്കുക. സോ എന്തെങ്കിലും ഡൗട്ടിനെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ നാളെ മുതൽ ഫോർമുലാസ് വരും. മോക്ക് ടെസ്റ്റ് ഓൾറെഡി ചാനലുണ്ട്, അത് നോക്കുക. സോ താങ്ക് യു സോ മച്ച്.